വെൽക്കം ബാക്ക്. വിൽ, ഷോൾ, ഈ ഓക്സിലറീസ്, ഈ മോഡൽ വേർബ്സ് എപ്പോൾ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കരുത്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറയട്ടെ, വിൽ ആണ് ഇതിൽ ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ്. അതിനർത്ഥം ഷോളിന് യൂസ് ഇല്ല എന്നല്ല. ഷോൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്, ഷോൾ മാത്രം ഉപയോഗിക്കാവുന്ന സിറ്റുവേഷൻസും ഉണ്ട്. നമുക്ക് ലെസണിലേക്ക് പോവാം. അതുപോലെ തന്നെ ഈ ലെസണിൻ്റെ അവസാനം ഞാനൊരു ചെറിയ ക്യൂസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെയ്ത് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് താഴെ പോസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അവർ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോകും. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അവർ എന്നെ ക്ഷണിക്കുക എന്നെങ്ങനെ പറയും? അവർ സബ്ജക്റ്റ് ദേ ആണല്ലേ. ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ ഇൻവൈറ്റ്, എന്നെ. ദേ ഇൻവൈറ്റ് മീ എന്ന് പറഞ്ഞാൽ അവർ എന്നെ ക്ഷണിക്കുക എന്നർത്ഥമായി. ക്ഷണിച്ചാൽ അതിന് നമ്മളവിടെ ഈഫ് എന്നൊരു കൺജങ്ഷൻ കൂടി ആഡ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? ഈഫ് ദേ ഇൻവൈറ്റ് മീ, അവർ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോകും. അതെങ്ങനെ പറയണം? ഞാൻ പോകും. ഇവിടെ വിൽ ഉപയോഗിക്കണോ, ഷാൾ ഉപയോഗിക്കണോ? ഇവിടുത്തെ സബ്ജക്റ്റ്, ഈ രണ്ടാമത്തെ ക്ലോസിന്റെ സബ്ജക്റ്റ് ഐ ആണ്. ഐ ഒരു ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ ഐ, അതുപോലെ തന്നെ വി, ഇത് രണ്ടും ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് ആണ്. ഇതിന്റെ കൂടെ നമുക്ക് അഫർമേറ്റീവ് സെന്റൻസസിലും നെഗറ്റീവ്സിലും വില്ലും ഉപയോഗിക്കാം, ഷോളും ഉപയോഗിക്കാം. മീനിങ്ങിൽ ഡിഫറൻസ് ഇല്ല. ഇതിൽ തന്നെ വിൽ ആണ് ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്നത്. ഷോൾ ടെക്നിക്കലി യൂസ് ചെയ്യാം എന്നേ ഉള്ളൂ. വളരെ അപൂർവം പേർ മാത്രമേ ഈ മീനിങ്ങിൽ ഇപ്പോൾ ഷോൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ, അതായത് ഐ, വി എന്നീ രണ്ട് പ്രൊനൗൺസിന്റെ കൂടെ അഫർമേറ്റീവ് സെന്റൻസസിൽ, അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവായ വാക്കുകളില്ലാത്ത സെന്റൻസസ്, നോട്ട്, നോ, നെവർ, നോബഡി, ഇതൊന്നും ഇല്ലാത്ത സെന്റൻസസിൽ, അതായത് പോസിറ്റീവായ ഒരു സെന്റൻസിലും പിന്നെ നെഗറ്റീവായ ഒരു സെന്റൻസിലും നമുക്ക് വിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷോൾ ഉപയോഗിക്കാം. ഈ രണ്ട് പ്രൊനൗൺസിന്റെ കൂടെ മാത്രം. അപ്പൊ നമുക്കിത് ഇങ്ങനെ പറയാം: ഇഫ് ദേ ഇൻവൈറ്റ് മീ ഐ വിൽ ഗോ, അല്ലെങ്കിൽ എന്ത് പറയാം? ഐ ഷാൾ ഗോ. ഇത് രണ്ടും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. വിൽ ആണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. ഈ മീനിങ്ങിൽ ഷോൾ അങ്ങനെ അധികം പേരും യൂസ് ചെയ്യാറില്ല. അവർ എന്നെ ക്ഷണിച്ചാലും ഞാൻ പോവില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ് ക്ഷണിച്ചാൽ പോവും എന്നായിരുന്നു. ക്ഷണിച്ചാൽ എന്ന മീനിങ്ങിന് വേണ്ടി നമ്മളവിടെ ആഡ് ചെയ്ത കൺജങ്ഷൻ ഈഫ് ആണ്. ഇവിടെ നമുക്ക് പറയേണ്ടത് ക്ഷണിച്ചാലും പോവില്ല എന്നാണ്. അപ്പോൾ ക്ഷണിച്ചാലും എന്ന മീനിങ്ങിന് വേണ്ടി നമ്മൾ ഏത് കൺജങ്ഷനാണ് യൂസ് ചെയ്യാം? നമ്മൾ അതിനെ ഈവൻ ഈഫ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പറയുന്നത്: ഈവൻ ഇഫ് ദേ ഇൻവൈറ്റ് മീ ഐ വിൽ നോട്ട് ഗോ. ഈവൻ ഇഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ക്ഷണിച്ചാൽ, ക്ഷണിക്കുകയാണെങ്കിൽ എന്നർത്ഥത്തിൽ. നമ്മളിവിടെ ഈവൻ ഇഫ് ഉപയോഗിക്കുന്നത് ക്ഷണിച്ചാലും എന്നർത്ഥത്തിലാണ്. ഈവൻ ഇഫ് ദേ ഇൻവൈറ്റ് മീ, അവരെന്നെ ക്ഷണിച്ചാലും ഐ വിൽ നോട്ട് ഗോ, അല്ലെങ്കിൽ ഐ ഷോൾ നോട്ട് ഗോ. ഇവിടുത്തെ രണ്ടാമത്തെ ക്ലോസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഐ ഒരു ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ നമുക്ക് അഫർമേറ്റീവ് സെന്റൻസസിലും നെഗറ്റീവ് സെന്റൻസസിലും വില്ലും ഉപയോഗിക്കാം, ഷോളും ഉപയോഗിക്കാം. മീനിങ്ങിൽ ഡിഫറൻസ് വരുന്നില്ല. നീ ക്ഷണിച്ചാൽ പ്രിയ വരും. നീ ക്ഷണിക്കുക, യു ഇൻവൈറ്റ്. നീ ക്ഷണിച്ചാൽ, ഇഫ് യു ഇൻവൈറ്റ്, പ്രിയ വരും, പ്രിയ വിൽ കം. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളും, കഴിഞ്ഞ രണ്ട് എക്സാമ്പിളിലും തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങളും ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു ക്ലോസിൽ മാത്രമാണ് ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിയ വിൽ കം ഇഫ് യു ഇൻവൈറ്റ് ഹെർ എന്നാണ് പറയുന്നത്. ക്ഷണിക്കുക എന്ന പ്രവൃത്തിയും ഭാവിയിൽ നടക്കാനുള്ളതാണ്, വരിക എന്ന പ്രവൃത്തിയും ഭാവിയിൽ നടക്കാനുള്ളതാണ്. പക്ഷേ നമ്മൾ രണ്ട് ക്ലോസിലും ഫ്യൂച്ചർ ഉപയോഗിക്കുന്നില്ല. പ്രിയ വിൽ കം ഇഫ് യു വിൽ ഇൻവൈറ്റ് ഹെർ എന്നല്ല പറയുന്നത്. പ്രിയ വിൽ കം ഇഫ് യു ഇൻവൈറ്റ് ഹെർ എന്നാണ്. അതായത് ഇങ്ങനെ നടക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈഫ് ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. മറ്റേ ക്ലോസിൽ മാത്രമാണ്, മെയിൻ ക്ലോസിൽ മാത്രമാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്, അതായത് വിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ പ്രിയയുടെ കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വിൽ ആണ്. കാരണം നമുക്കിവിടെ ഷോൾ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഷോൾ ഉപയോഗിക്കാവുന്നത് ഐ, വി എന്നീ രണ്ട് പ്രൊനൗൺസിന്റെ കൂടെ മാത്രമാണ്. പ്രിയ ഒരു നൗൺ ആണ്. സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെയോ തേർഡ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെയോ നമുക്ക് ഷോൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ എന്ന് പറയുമ്പോൾ യു, തേർഡ് പേഴ്സൺ പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ ഹി, ഷീ, ദേ, ഇറ്റ്, അത്. ഇതിന്റെ ഒന്നും കൂടെ നമുക്ക് ഷോൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഷോൾ ആക്ച്വലി സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ, തേർഡ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ, അതുപോലെ തന്നെ നൗൺസിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേയില്ല. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ, അതായത് ഐ, വി എന്നീ രണ്ട് പ്രൊനൗൺസിന്റെ കൂടെ അഫർമേറ്റീവ് സെന്റൻസിലും നെഗറ്റീവ് സെന്റൻസിലും വില്ലിന് പകരമായി നമുക്ക് ഷോൾ ഉപയോഗിക്കാം. നിർബന്ധമില്ല, വില്ലിന് പകരമായി ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. വിൽ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ, തേർഡ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ, അതുപോലെ തന്നെ നൗൺസിന്റെ കൂടെ നമ്മൾ ഷോൾ യൂസ് ചെയ്യാറില്ല. വിൽ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. നീ ക്ഷണിച്ചാൽ പ്രിയ വരും എന്നിങ്ങനെയാണ് പറയുന്നത്. പ്രിയ വിൽ കം ഇഫ് യു ഇൻവൈറ്റ് ഹെർ. പ്രിയ ഷോൾ കം എന്ന് പറയരുത്, പ്രിയ വിൽ കം എന്ന് തന്നെ വേണം പറയാൻ. പ്രിയ ഒരു നൗൺ ആണ്. നൗൺസിന്റെ കൂടെ നമ്മൾ ഷോൾ യൂസ് ചെയ്യാറില്ല.
ഇഫ് യു വിൽ ഇൻവൈറ്റ് ഹെർ എന്നല്ല പറയുന്നത്, ഇഫ് യു ഇൻവൈറ്റ് ഹെർ എന്നാണ്. രണ്ട് ക്ലോസും ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുമ്പോൾ അതിൽ മെയിൻ ക്ലോസിൽ മാത്രമാണ് നമ്മൾ വിൽ ഉപയോഗിക്കുക. മറ്റേ ക്ലോസിൽ ഇഫ് ഉപയോഗിക്കുന്ന ആ ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഇതുകൂടി ശ്രദ്ധിക്കണം. ആരോ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ആരോ വാതിൽ തുറന്നിട്ടുണ്ട് എന്നല്ല പറയുന്നത്, തുറന്ന് ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് പറയുന്നത്? ആരോ, സംബടി. വാതിൽ തുറന്നിടുക എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ലീവ് ദ ഡോർ ഓപ്പൺ എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും ചോദിക്കരുത്, അതങ്ങനെ ഒരു ഫിക്സ്ഡ് എക്സ്പ്രഷനാണ്. ലീവ് ദ സീറ്റ് വേക്കൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ സീറ്റ് കാലിയാക്കി ഇടുക എന്നാണ്. ഇത്തരം ഫിക്സ്ഡ് എക്സ്പ്രഷൻസിൽ നമ്മൾ ലീവ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരോ വാതിൽ തുറന്നിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സംബടി തുറന്നിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. അതായത് നമുക്കിവിടെ അപ്പോൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? സംഭവിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ഇതെല്ലാം പറയാൻ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു? പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് ഹാസ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ്. ഇവിടെ സംബടിയാണ് സബ്ജക്റ്റ്. സംബടി ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുക ഹാസ് ആണ്. സംബടി ഹാസ് ലെഫ്റ്റ്, ലീവ് എന്ന വെർബിന്റെ V3 ആണ് ലെഫ്റ്റ്. ദ ഡോർ ഓപ്പൺ. ആരോ വാതിൽ തുറന്ന് ഇട്ടിട്ടുണ്ട്. സംബടി ഹാസ് ലെഫ്റ്റ് ദ ഡോർ ഓപ്പൺ. ഞാൻ പോയി അടച്ചു വരാം. അതെങ്ങനെയാ പറയുന്നത്? ഞാൻ പോയി, ഐ ഗോ, ആൻഡ് ഷട്ട് ഇറ്റ് അല്ലെങ്കിൽ ക്ലോസ് ഇറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ പോയി അടച്ചു വരാം എന്നാണ് പറയേണ്ടത്. നമ്മളിവിടെ ഏത് ഓക്സിലറി യൂസ് ചെയ്യും? നമുക്കിത് ഇങ്ങനെ പറയാം, ഐ വിൽ ഗോ ആൻഡ് ഷട്ട് ഇറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഷോൾ ഗോ ആൻഡ് ഷട്ട് ഇറ്റ് എന്ന് പറയാം. രണ്ടും ഉപയോഗിക്കാം. ഇവിടുത്തെ സബ്ജക്റ്റായി ഐ ഒരു ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിൻ്റെ കൂടെ അഫർമേറ്റീവ് സെൻറ്റൻസസിൽ നമുക്ക് വില്ലും ഉപയോഗിക്കാം, ഷോളും ഉപയോഗിക്കാം. നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ? കാത്തു നിൽക്കുക, വെയിറ്റ്. ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ഓക്സിലറീസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് യെസ് അല്ലെങ്കിൽ നോ ആണ് വരിക. ഇപ്പം നീ എനിക്ക് കാത്തു നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ രണ്ട് ആൻസറാണ് അതിനുള്ളത്. ഒന്ന് യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാം. ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരു മോഡൽ വെർബ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. WH ക്വസ്റ്റ്യൻസ് ആ WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഇത് നമ്മൾ മോഡൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഇവിടുത്തെ സബ്ജക്റ്റ് നീ ആണ്, യു ആണ്. ഈ ഒരു സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ ആണ്. സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ നമ്മൾ വിൽ ആണോ ഉപയോഗിക്കുക, ഷാൾ ആണോ ഉപയോഗിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ മാത്രമേ നമുക്ക് ഷോൾ ഉപയോഗിക്കാൻ സാധിക്കൂ എന്ന്. യു ഒരു സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ ആയത് കാരണം നമുക്ക് എളുപ്പം മനസ്സിലാക്കാം ഇവിടെ ഉപയോഗിക്കേണ്ടത് വിൽ ആണ്, ഷോൾ അല്ല. വിൽ യു വെയിറ്റ് ഫോർ മീ? നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ? ഷോൾ യു വെയിറ്റ് ഫോർ മീ എന്നല്ല പറയുന്നത്, വിൽ യു വെയിറ്റ് ഫോർ മീ എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമുക്ക് യുവിൻ്റെ കൂടെ ഷോൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കാം. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. ഐ കാത്തു നിൽക്കാം എന്നാണ് പറയുന്നത്. ഐ വിൽ വെയിറ്റ് ഫോർ യു അല്ലെങ്കിൽ ഐ ഷാൾ വെയിറ്റ് ഫോർ യു. ഇവിടെ സബ്ജക്റ്റ് ഐ ആയത് കാരണം നമുക്ക് ഷോൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ വിൽ ഉപയോഗിക്കാം. ഐ വിൽ വെയിറ്റ് ഫോർ യു. ഇതിൽ ഏറ്റവും കോമൺ ഐ വിൽ വെയിറ്റ് ഫോർ യു തന്നെയാണ്. ഐ ഷാൾ വെയിറ്റ് ഫോർ യു എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ഒരാൾക്ക് എന്താണ് വേണ്ടത്, കുടിക്കാനോ കഴിക്കാനോ ഒക്കെ വേണ്ടതെന്ന് ചോദിക്കാൻ നമ്മൾ വാട്ട് വുഡ് യു ലൈക്ക് എന്ന് പറയും. ഇവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വുഡ് ആണ് കേട്ടോ, വിൽ അല്ല, ഷോളും അല്ല ഉപയോഗിക്കുന്നത്. വാട്ട് വുഡ് യു ലൈക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണ് വേണ്ടത് എന്നർത്ഥമാണ്. ഇതൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണിത്. ഇവിടെ നമുക്ക് ചോദിക്കേണ്ടത് കുടിക്കാൻ എന്താണ് വേണ്ടത് എന്നാണ്. ടു ഡ്രിങ്ക്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്? നിനക്ക് എന്താണ് കുടിക്കാൻ വേണ്ടത്? കഴിക്കാനാണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും? വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? എന്താണ് കഴിക്കാൻ വേണ്ടത് എന്നർത്ഥം. ഇവിടെ ഉപയോഗിക്കുന്ന മോഡൽ വെർബ് വുഡ് ആണ്, ഷുഡോ ഷോളോ വില്ലോ ഒന്നുമല്ല. ഇത് ഓർത്തിരിക്കണം. ഇതൊരു പൊളൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വുഡ് ആണ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്? നിനക്ക് എന്താണ് വേണ്ടത്? ഒരു കാപ്പി മതി. എ കോഫി എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഐ വിൽ ഹാവ് എ കോഫി എന്ന് പറയാം. ഐ ഷാൾ ഹാവ് എ കോഫി എന്നും നമുക്ക് പറയാവുന്നതാണ്. നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യുമോ? ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? നീ ആണ്, യു ആണ്. എനിക്ക്, മീ. ഉപകാരം നമുക്കതിനെ ഫേവർ എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഉപകാരം ചെയ്യുക എന്നതിന് പറയുക ഡു എ ഫേവർ എന്നാണ് നമ്മൾ പറയുക. ക്വസ്റ്റ്യൻ ആണല്ലോ ഇത്, അതുകൊണ്ട് നമുക്ക് മോഡൽ വെർബ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യണം. ചെയ്യുമോ? ഫ്യൂച്ചറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം സംഭവിക്കുമോ, ചെയ്യുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ സബ്ജക്റ്റ് യു ആണ്, അതൊരു സെക്കൻഡ് പേഴ്സൺ പ്രൊനൗണുമാണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുക വിൽ ആണ്, ഷോൾ അല്ല. വിൽ യു ഡു മീ എ ഫേവർ? നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യുമോ? ഇവിടുത്തെ വേർഡ് ഓർഡർ കൂടി ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റായ മീ ഫേവറിന് മുന്നേ വന്നിരിക്കുന്നു. ഇവിടെ രണ്ടും ഒബ്ജക്ട്സ് തന്നെയാണ്. മീയും ഒബ്ജക്റ്റ് ആണ്. മീ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഫേവർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്.
ഇങ്ങനെ ഒരു വെർബിന് രണ്ട് ഒബ്ജക്റ്റ് വരുന്ന സാഹചര്യങ്ങൾ. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വ്യക്തിയായിരിക്കും. ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വസ്തുവായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഐഡിയ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇങ്ങനെ രണ്ട് ഒബ്ജക്ട്സ് ഒരു വെർബിന് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, അതായത് ആ വ്യക്തി, അതാണ് ആദ്യം വരിക. അതിനുശേഷമാണ് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് തിരിച്ച് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ടു അല്ലെങ്കിൽ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. നമുക്കിത് ഇങ്ങനെയും പറയാം, വിൽ യു ഡു എ ഫേവർ ഫോർ മീ, അങ്ങനെയും നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫോർ എന്ന ഒരു പ്രിപ്പോസിഷൻ മീ എന്ന ആ ഒബ്ജക്റ്റിന് മുന്നിൽ യൂസ് ചെയ്തു. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇങ്ങനെ രണ്ട് ഒബ്ജക്ട്സ് വരുമ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, അതായത് വ്യക്തി, അത് ആദ്യം വരണം, അതിനുശേഷം ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരണം. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അവസാനം വരുന്നതെങ്കിൽ നമ്മൾ ടു അല്ലെങ്കിൽ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. വിൽ യു ഡു മീ എ ഫേവർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിൽ യു ഡു എ ഫേവർ ഫോർ മീ എന്നും നമുക്ക് ചോദിക്കാവുന്നതാണ്. വിൽ ഉപയോഗിക്കാൻ കാരണം യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. യു ഒരു സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ ആണ്. സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസിൻ്റെ കൂടെ നമ്മൾ ഷോൾ യൂസ് ചെയ്യില്ല. നീ പാർസൽ അയച്ചുവോ, ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പാർസൽ അയച്ചു, ഞാൻ പാർസൽ അയച്ചു എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ സെൻഡ് ദ പാർസൽ. സെൻഡ് V2 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, SENT. ഐ സെൻഡ് ദ പാർസൽ എന്ന് പറഞ്ഞാൽ ഞാൻ പാർസൽ അയച്ചു എന്നർത്ഥം. നീ പാർസൽ അയച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ വേണം. ഐ സെൻഡ് എന്ന സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. V2 ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ. V2 ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ എന്ത് ഉപയോഗിക്കുമെന്ന കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഡ് ആണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഡ് ഉപയോഗിച്ചാണ്. ഇത് മോഡൽസിനെ കുറിച്ചുള്ള ക്ലാസ് ആണ്, എന്നാലും മറ്റ് ടെൻസസും കൂടി ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊരു റിവിഷൻ പോലെ യൂസ് ചെയ്യാം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച റൂൾസ് എല്ലാം ഈ ലെസണിലും വീണ്ടും വരുന്നുണ്ട്. നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഡിഡ് ഉപയോഗിച്ചാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നീ പാർസൽ അയച്ചുവോ എന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഡിഡ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം സബ്ജക്റ്റ് ആയ യു വരും. ഡിഡ് യു സെൻഡ് ദ പാർസൽ. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഡിഡ് യുവിന് ശേഷം നമ്മൾ സെൻഡ് ആണ് എഴുതിയിട്ടുള്ളത്. SENT അല്ല, SEND ആണ് എഴുതിയിട്ടുള്ളത്. SEND എന്നത് V1 ആണ്. അതിൻ്റെ V2ഉം V3യും SENT ആണ്. ഞാൻ മറന്നു എന്നെങ്ങനെ പറയും? മറക്കുക എന്ന് പറയുമ്പോൾ forget. അതിൻ്റെ V2 forgot. നോ, ഐ forgot. ഞാൻ ഇപ്പോൾ അയക്കാം. ഇപ്പോൾ നൗ. അയക്കാം, ഐ വിൽ സെൻഡ് ഇറ്റ് നൗ. അല്ലെങ്കിൽ ഐ ഷാൾ സെൻഡ് ഇറ്റ് നൗ. ഞാൻ അത് ഇപ്പോൾ അയക്കാം. ഇറ്റ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആ പാർസലിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഐ വിൽ സെൻഡ് നൗ എന്നല്ല നമ്മൾ പറഞ്ഞത്, ഐ വിൽ സെൻഡ് ഇറ്റ് നൗ എന്നാണ്. അതായത് ഞാൻ ആ പാർസൽ ഇപ്പോൾ അയക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ വിൽ മാത്രമല്ല, നമുക്ക് ഷോളും യൂസ് ചെയ്യാവുന്നതാണ്. കാരണം സബ്ജക്റ്റ് ഐ ആണ്. ഞാൻ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ തിങ്ക്. എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴോ ഐ ഡോണ്ട് തിങ്ക്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ് ഫോംസ് ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് ആണ് ഉപയോഗിക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആയത് കാരണമാണ് നമ്മൾ ഡു ഉപയോഗിക്കുന്നത്. ഡു നോട്ട് ആണ് ഐ ഡോണ്ട് എന്ന് പറയുന്നത്. ഐ ഡോണ്ട് തിങ്ക് ജയിക്കുമെന്ന്. ദാറ്റ് ഞാൻ ജയിക്കും. ഐ വിൽ പാസ്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വിൽ പാസ് ദ ടെസ്റ്റ്. ഞാൻ പരീക്ഷ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ ദാറ്റ് ഓപ്ഷണൽ ആണ് കേട്ടോ, അത് നിർബന്ധമില്ല. നമുക്കത് ആക്ച്വലി അത് അവിടെയുണ്ട്, പക്ഷെ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും അത് ഒമിറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് എന്ന കണക്ടർ നമ്മളിങ്ങനെ പലപ്പോഴും ഒമിറ്റ് ചെയ്യും. ഞാനിതിവിടെ ബ്രാക്കറ്റിനകത്ത് ഇട്ടത് അത് അവിടെ ഓപ്ഷണൽ ആണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ പാസ് ദ ടെസ്റ്റ് എന്ന് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വിൽ പാസ് ദ ടെസ്റ്റ് എന്ന് പറയാം. ഇവിടെ വില്ലിന് പകരം നമുക്ക് ഷോളും ഉപയോഗിക്കാവുന്നതാണ്. നീ തിരക്കിലാണെന്ന് എനിക്കറിയാം. തിരക്കിലാണ്, ബിസി. എനിക്കറിയാം, ഐ നോ. നീ തിരക്കിലാണ്, യു ആർ ബിസി അല്ലേ. യു ഒരു സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ആർ ആണ്. ആണ് എന്ന് പറയാൻ നമ്മൾ യുവിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ആർ ആണ്. ഹി ആയിരുന്നെങ്കിൽ ഈസ് ആണ് ഉപയോഗിക്കുക. ഐ ആയിരുന്നെങ്കിൽ ആം ആണ് ഉപയോഗിക്കുക. ഐ ആം ബിസി എന്ന് പറഞ്ഞാൽ ഞാൻ തിരക്കിലാണ്. ഹി ഈസ് ബിസി എന്ന് പറഞ്ഞാൽ അവൻ തിരക്കിലാണ്. യു ആർ ബിസി എന്ന് പറഞ്ഞാൽ നീ തിരക്കിലാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാം, ഐ നോ ദാറ്റ് യു ആർ ബിസി. അവിടെ നമ്മൾ ദാറ്റ് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ക്ലോസിനെയും കണക്ട് ചെയ്യുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ക്യാൻ സീ ദാറ്റ് യു ആർ ബിസി. അങ്ങനെയും പറയാവുന്നതാണ്. ഐ ക്യാൻ സീ ദാറ്റ് യു ആർ ബിസി എന്ന് പറഞ്ഞാൽ നീ തിരക്കിലാണെന്ന് എനിക്ക് കണ്ടാൽ അറിയാം, അതാണ് അതിനർത്ഥം. ഐ നോ എന്ന് പറഞ്ഞാലും മതി. ഐ നോ യു ആർ ബിസി എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ് യു ആർ ബിസി എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഇവിടെയും ഓപ്ഷണൽ ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അധിക നേരം നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഞാൻ അധിക നേരം നിൽക്കുന്നില്ല. അവിടെ കുറച്ച് അധിക നേരം തങ്ങുന്നില്ല എന്നർത്ഥം. അതിന് പറയുക സ്റ്റേ എന്നാണ്.
ഞാൻ തങ്ങുന്നില്ല, ഐ വിൽ നോട്ട് സ്റ്റേ. ഫോർ ലോങ് അല്ലെങ്കിൽ ലോങ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്, ഐ ക്യാൻ സീ ദാറ്റ് യു ആർ ബിസി, സോ ഐ വിൽ നോട്ട് സ്റ്റേ ലോങ്, അല്ലെങ്കിൽ ഐ വിൽ നോട്ട് സ്റ്റേ ഫോർ ലോങ്. ഇവിടെ ഷോളും നമുക്ക് ഉപയോഗിക്കാം, ഷാൾ നോട്ടും എന്നും നമുക്ക് പറയാവുന്നതാണ്. ഐ ക്യാൻ സീ ദാറ്റ് യു ആർ ബിസി, നീ തിരക്കിലാണെന്ന് എനിക്ക് കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ ഐ നോ ദാറ്റ് യു ആർ ബിസി, നീ തിരക്കിലാണെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് ഐ വിൽ നോട്ട് സ്റ്റേ ലോങ്, ഞാൻ അധിക നേരം നിൽക്കുന്നില്ല, തങ്ങുന്നില്ല എന്നർത്ഥം. ലോങ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫോർ ലോങ് എന്നും നമുക്ക് ഉപയോഗിക്കാം. അധിക നേരം എന്ന അർത്ഥത്തിലാണ് ആ എക്സ്പ്രഷൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ അടുത്ത ആഴ്ച എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ സന്ദർശിക്കുന്നുണ്ട്. ഇത് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മളിവിടെ എന്താ ഉപയോഗിക്കുക? നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ വില്ലും ഷോളും എല്ലാം യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ അല്ല, അതായത് വിൽ, ഷോൾ അതൊന്നും അല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് നടക്കാൻ പോകുന്ന കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ അറേഞ്ച്മെന്റ് ഓൾറെഡി തന്നെയുണ്ട്, തീരുമാനം ഇപ്പോഴേ നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ എപ്പോഴും പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. വിൽ അല്ലെങ്കിൽ ഷോൾ ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്, സന്ദർശിക്കുക എന്നതിന് വിസിറ്റ് എന്ന് പറയാം. സന്ദർശിക്കുന്നുണ്ട്, അതിൻ്റെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ഈസ്, ആം, ആർ പ്ലസ് ING ആണ് പ്രസന്റ് കണ്ടിന്യൂസിൻ്റെ ഫോം. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആയത് കാരണം നമ്മൾ ഇതിൽ ഏതോ ഓക്സിലറിയാണ് യൂസ് ചെയ്യുക? നമ്മൾ ആം ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഐ ആം വിസിറ്റിംഗ് മൈ ഗ്രാൻഡ് പേരൻസ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ സന്ദർശിക്കുന്നുണ്ട് എന്നർത്ഥം. ഐ ആം വിസിറ്റിംഗ്. ഇവിടെ ആം വിസിറ്റിംഗ് എന്നുള്ള പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ഉപയോഗിച്ചതിന് കാരണം ഇത് ഇപ്പോഴേ തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യമാണ്. നടക്കാൻ പോകുന്നത് ഭാവിയിലാണെങ്കിൽ പോലും തീരുമാനം ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാൻ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വിൽ, ഷോൾ ഇതൊന്നും യൂസ് ചെയ്യരുത്. അതിന് പകരം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ യൂസ് ചെയ്യാം. നീ പാർട്ടിക്ക് വരുന്നുണ്ടോ? ഇതും നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അറേഞ്ച്മെന്റിനെ കുറിച്ച്, തീരുമാനത്തിനെ കുറിച്ചാണ് ചോദ്യം. നീ വരുന്നുണ്ടോ? പാർട്ടി നടക്കാൻ പോകുന്നേ ഉള്ളൂ, പക്ഷെ വരുന്നുണ്ടോ വരുന്നില്ലേ എന്ന് ഞാൻ ഇപ്പൊ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് നമ്മൾ ഈ പ്രീ എക്സിസ്റ്റിംഗ് ആയ ആ ഒരു ഡിസിഷനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണ്. അതിന്റെ കൂടെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഏത് ഓക്സിലറി യൂസ് ചെയ്യുക? ആർ ആണ് യൂസ് ചെയ്യുക. ഇത് ക്വസ്റ്റ്യൻ ആയത് കാരണം നമ്മൾ ആ ഓക്സിലറി വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ആർ യു വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ING ഫോം കമ്മിങ്. ആർ യു കമ്മിങ് പാർട്ടിക്ക്, ടു ദ പാർട്ടി. എന്റെ തീരുമാനത്തെ കുറിച്ച് നീ അവനോട് പറയരുത്. എന്റെ തീരുമാനം, മൈ ഡിസിഷൻ. നീ, യു. പറയരുത്, ടെൽ. അവനോട്, ഹിം. ഇവിടുത്തെ സബ്ജക്റ്റ് നീ ആണ്. നീ പറയരുത് എന്നാണ് പറയുന്നത്. എൻ്റെ തീരുമാനത്തിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ എബൌട്ട് മൈ ഡിസിഷൻ. പറയരുത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രൊഹിബിഷൻ ആണ്, അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി മസ്റ്റ് ആണ്. മസ്റ്റ് നോട്ട്, നീ ചെയ്യരുത്. പറയരുത് എന്ന് പറയുമ്പോൾ യു മസ്റ്റ് നോട്ട് ടെൽ. യു മസ്റ്റ് നോട്ട് ടെൽ ഹിം എബൌട്ട് മൈ ഡിസിഷൻ. നീ എൻ്റെ തീരുമാനത്തിനെ കുറിച്ച് അവനോട് പറയരുത്. യു മസ്റ്റ് നോട്ട് ടെൽ. നമ്മളിവിടെ വിൽ അല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ഷോൾ അല്ല ഉപയോഗിച്ചിട്ടുള്ളത്, മസ്റ്റ് എന്ന ഓക്സിലറിയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. നമുക്കിവിടെ ഷുഡ് ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ ഷുഡിന് ഫോഴ്സ് കമ്മിയാണ്. നീ പറയരുത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ മസ്റ്റ് നോട്ട് തന്നെയാണ് ഉപയോഗിക്കുക. യു മസ്റ്റ് നോട്ട് ടെൽ ഹിം എബൌട്ട് മൈ ഡിസിഷൻ. എബൌട്ട് മൈ ഡിസിഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ തീരുമാനത്തെക്കുറിച്ച് നീ അവനോട് പറയരുത്. ഇല്ല, നോ, ഞാൻ പറയില്ല. ഐ വിൽ നോട്ട് അല്ലെങ്കിൽ ഐ ഷോൾ നോട്ട് എന്ന് പറയാം, അത്രയും മതി. ഐ വിൽ നോട്ട് ടെൽ ഹിം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നോ ഐ വോണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മീനിങ് അവിടെ കംപ്ലീറ്റ് ആയി. അല്ലെങ്കിൽ നമുക്ക് നോ ഐ ഷാൾ നോട്ട് എന്ന് പറയാം. ഇവിടെ വില്ലും ഉപയോഗിക്കാൻ, നമുക്ക് ഷോളും ഉപയോഗിക്കാവുന്നതാണ്, കാരണം സബ്ജക്റ്റ് ഐ ആണ്. പാട്ടിൻ്റെ വോള്യം ഒന്ന് കുറയ്ക്കാമോ? ഒരാളോട് നമ്മൾ അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ഒരു കാര്യം നീ ചെയ്യുമോ എന്ന് ചോദിക്കാൻ നമ്മളെപ്പോഴും വിൽ യു ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോൾ യു അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം യു എന്ന സെക്കൻഡ് പേഴ്സൺ പ്രൊനൗണിൻ്റെ കൂടെ നമുക്ക് ഷോൾ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിത് വിൽ ഉപയോഗിച്ച് നീ ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാൻ വിൽ യു എന്ന് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിൽ യു, പാട്ടിൻ്റെ വോള്യം, മ്യൂസിക്കിൻ്റെ വോള്യം എന്ന അർത്ഥത്തിൽ ടേൺ ഡൗൺ ദ മ്യൂസിക് എന്ന് പറഞ്ഞാൽ മതി. വിൽ യു ടേൺ ഡൗൺ ദ മ്യൂസിക് പ്ലീസ്, അല്ലെങ്കിൽ വിൽ യു പ്ലീസ് ടേൺ ദ മ്യൂസിക് ഡൗൺ. ഇത് നമുക്ക് ടേൺ ഡൗൺ ദ മ്യൂസിക് എന്നും പറയാം, ടേൺ ദ മ്യൂസിക് ഡൗൺ എന്നും നമുക്ക് പറയാവുന്നതാണ്. ആ ഡൗണിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റാവുന്നതാണ്. വിൽ യു പ്ലീസ് ടേൺ ദ മ്യൂസിക് ഡൗൺ, അല്ലെങ്കിൽ വിൽ യു പ്ലീസ് ടേൺ ഡൗൺ ദ മ്യൂസിക്. എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഐ കാൺ കോൺസെൻട്രേറ്റ്. എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഐ കാൺ കോൺസെൻട്രേറ്റ്. കാൺ എന്ന് പറയുമ്പോൾ കനോട്ട് എന്നർത്ഥം. ഒരാളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാൻ നമുക്ക് വിൽ യു എന്ന് ചോദിക്കാം. ക്യാൻ യു എന്ന് ചോദിക്കുമ്പോൾ ചെയ്യാൻ കഴിയുമോ എന്നർത്ഥമാണ്. വിൽ യു എന്ന് ചോദിക്കുമ്പോൾ ചെയ്യുമോ എന്നാണ്. വിൽ യു പ്ലീസ് ടേൺ ദ മ്യൂസിക് ഡൗൺ. ഞാൻ അവനോട് കൂടുതൽ ശ്രദ്ധയോടെ വാഹനം ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ, ഐ.
പറയുക, ടെൽ. പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം നമുക്ക് വേണം. ഐ ഹാവ് ടോൾഡ്. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഹാവ് ആണ്. ഐ ഹാവ് ടോൾഡ്, അവനോട്. ഹിം, ശ്രദ്ധയോടെ വാഹനം ഓടിക്കാൻ. ടു ഡ്രൈവ് മോർ കെയർഫുള്ളി. ഐ ഹാവ് ടോൾഡ് ഹിം ടു ഡ്രൈവ്, ഓടിക്കാൻ. മോർ കെയർഫുള്ളി, കൂടുതൽ ശ്രദ്ധയോടെ. പക്ഷെ അവൻ കേൾക്കില്ല. ഇവിടെ കേൾക്കില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ ചെവി കൊണ്ട് കേൾക്കില്ല എന്നല്ല. അതിന് പകരം അവൻ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കില്ല, അതിന് വില നൽകുന്നില്ല എന്ന അർത്ഥത്തിലാണ്. അപ്പം നമുക്കിവിടെ ലിസൺ എന്ന് പറയാം. അവൻ ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ അവൻ കേൾക്കില്ല. ഹി വോണ്ട് ലിസൺ. ഐ ഹാവ് ടോൾഡ് ഹിം ടു ഡ്രൈവ് മോർ കെയർഫുള്ളി ബട്ട് ഹി വോണ്ട് ലിസൺ അല്ലെങ്കിൽ ഹി വിൽ നോട്ട് ലിസൺ. ഇവിടെ നമുക്ക് ഷോൾ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ സബ്ജക്റ്റായ ഹി. രണ്ടാമത്തെ ക്ലോസിൻ്റെ സബ്ജക്റ്റ് ഹി ആണ്, ആദ്യത്തെ ക്ലോസിൻ്റെ സബ്ജക്റ്റ് ആണ് ഐ. ഒരു സെൻറ്റൻസിനകത്ത് ഒന്നിൽ കൂടുതൽ ക്ലോസസ് ഉണ്ടാവും. എത്ര ക്ലോസ് ഉണ്ടോ അത്രയും സബ്ജക്റ്റും കാണും ആ സെൻറ്റൻസിൽ. അപ്പോൾ ഇവിടെ ബട്ട് ഹി വോണ്ട് ലിസൺ എന്ന ക്ലോസിൻ്റെ സബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത് ഹി ആണ്. ഹി ഒരു തേർഡ് പേഴ്സൺ പ്രൊനൗൺ ആണ്. തേർഡ് പേഴ്സൺ പ്രൊനൗൺസിൻ്റെ കൂടെ നമുക്ക് ഷോൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്കിവിടെ വിൽ തന്നെ വേണം. ഹി വിൽ നോട്ട് ലിസൺ അല്ലെങ്കിൽ ഹി വോണ്ട് ലിസൺ. നിനക്ക് തണുപ്പ് തോന്നുന്നുവെങ്കിൽ ഞാൻ ജനലുകൾ അടയ്ക്കാം. ഞാൻ അടയ്ക്കാം, ജനലുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ജനലുകൾ അടയ്ക്കാം എന്ന് പറയുമ്പോൾ ഐ വിൽ ക്ലോസ് ദ വിൻഡോസ് അല്ലെങ്കിൽ ഐ ഷാൾ ക്ലോസ് ദ വിൻഡോസ്. തണുപ്പ് തോന്നുക, അതെങ്ങനെയാണ് പറയുന്നത്? നിനക്ക് തണുപ്പ് തോന്നുക, അതെങ്ങനെയാണ് പറയുന്നത്? യു ഫീൽ കോൾഡ് എന്ന് പറയാം, അല്ലെങ്കിൽ യു ആർ ഫീലിംഗ് കോൾഡ് എന്ന് പറയാം. നമുക്കിവിടെ കണ്ടിന്യൂസ് ഫോം യൂസ് ചെയ്യാം, സിമ്പിൾ ഫോം യൂസ് ചെയ്യാം. യു ഫീൽ കോൾഡ് എന്ന് പറയാം, യു ആർ ഫീലിംഗ് കോൾഡ് എന്ന് പറയാം. ഫീൽ എന്ന വെർബിൻ്റെ കൂടെ നമ്മളിങ്ങനെ സിമ്പിൾ ഫോമും, അതായത് സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും മീനിങ്ങിൽ വലിയൊരു ഡിഫറൻസ് ഇല്ലാതെ യൂസ് ചെയ്യാറുണ്ട്. രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. നിനക്ക് തണുപ്പ് തോന്നുന്നുവെങ്കിൽ ഈഫ് എന്നൊരു കൺജങ്ഷൻ കൂടി അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെയാണ് വരുന്നത്: ഇഫ് യു ഫീൽ കോൾഡ് അല്ലെങ്കിൽ ഇഫ് യു ആർ ഫീലിംഗ് കോൾഡ് ഐ വിൽ ക്ലോസ് ദ വിൻഡോസ് അല്ലെങ്കിൽ ഐ ഷാൾ ക്ലോസ് ദ വിൻഡോസ്. ഐ വിൽ ക്ലോസ് ദ വിൻഡോസ് ഇഫ് യു ആർ ഫീലിംഗ് കോൾഡ്, അങ്ങനെയും പറയാവുന്നതാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമുക്ക് ക്ലോസസിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറ്റാൻ സാധിക്കും. ഞാൻ ജനൽ അടയ്ക്കണോ? ഒരു കാര്യം ഞാൻ ചെയ്യണോ? നീ ചെയ്യുമോ എന്ന് ചോദിക്കാൻ വിൽ യു എന്ന് പറയൂ എന്ന് പറഞ്ഞല്ലോ. ഇനി ഞാൻ ചെയ്യണോ എന്നാണ് ചോദിക്കേണ്ടത്. അതിന് വിൽ ഐ എന്നല്ല പറയുന്നത്, ഷോൾ ഐ എന്നാണ് ചോദിക്കേണ്ടത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് വിൽ ഉപയോഗിക്കാവുന്ന ഓപ്ഷൻ ഇല്ല. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. ഐയുടെ കൂടെ നമുക്ക് വില്ലും ഷോളും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ ആണ്. ഐയുടെ കൂടെ നമ്മൾ ഒരു കാര്യം ഞാൻ ചെയ്യണോ എന്ന് ചോദിക്കാൻ ഷോൾ തന്നെ ഉപയോഗിക്കണം. അഫർമേറ്റീവ് സെൻറ്റൻസസിലും നെഗറ്റീവ്സിലും നമുക്ക് ഐയുടെ കൂടെ അതുപോലെ തന്നെ വി എന്ന പ്രൊനൗണിൻ്റെ കൂടെയും വില്ലും ഷോളും ഒരേ മീനിങ്ങിൽ യൂസ് ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യൻ ആകുമ്പോൾ റൂൾ ഡിഫറെൻ്റ് ആണ്. ഞാനൊരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാൻ ഐയുടെ കൂടെ എപ്പോഴും ഷോൾ തന്നെ യൂസ് ചെയ്യണം. ഞാൻ ജനൽ അടയ്ക്കണം, ഷോൾ ഐ ക്ലോസ് ദ വിൻഡോ. ഞാൻ ജനൽ അടയ്ക്കണോ? നമുക്കിവിടെ ഷോളിന് പകരം ഷുഡും ഉപയോഗിക്കാവുന്നതാണ്. ഷുഡ് ഐ ക്ലോസ് ദ വിൻഡോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഷോൾ ഐ ക്ലോസ് ദ വിൻഡോസ് അല്ലെങ്കിൽ വിൻഡോ. വിൻഡോ എന്ന് പറയുമ്പോൾ ജനൽ, വിൻഡോസ് എന്ന് പറയുമ്പോൾ ജനലുകൾ. നീ ചെയ്യുമോ എന്ന് ചോദിക്കാനാണ് നമ്മൾ വിൽ യു, അല്ലെങ്കിൽ അവൻ ചെയ്യുമോ എന്ന് ചോദിക്കാൻ വിൽ ഹി എന്ന് പറയും. ഞാൻ ചെയ്യണോ എന്ന് ചോദിക്കാൻ ഷോൾ ഐ എന്ന് തന്നെ വേണം പറയാൻ. നീ ആ ജനൽ ഒന്ന് അടയ്ക്കുമോ? ഇപ്പം ഞാൻ നിന്നോട് അടയ്ക്കാനാണ് പറയുന്നത്. ഞാൻ അടയ്ക്കുമോ എന്നാണ് കഴിഞ്ഞ സെൻറ്റൻസിൽ ചോദിച്ചത്. ഇപ്പം ചോദിക്കുന്നത് നീ അടയ്ക്കുമോ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക? നീ ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാൻ എന്ത് പറയണം? വിൽ യു ആണ് എന്നല്ലേ പറഞ്ഞത്. വിൽ യു പ്ലീസ് ക്ലോസ് ദ വിൻഡോ. നീ ആ ജനൽ ഒന്ന് അടയ്ക്കുമോ? വിൽ യു പ്ലീസ് ക്ലോസ് ദ വിൻഡോ. ഇവിടെ വിൽ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരാളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാൻ വിൽ യു ആണ് ഉപയോഗിക്കുക. എൻ്റെ അഡ്മിറ്റ് കാർഡ് കാണാനില്ല, അത് നഷ്ടമായി എന്നർത്ഥം. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. ഐ ഹാവ് ലോസ്റ്റ് മൈ അഡ്മിറ്റ് കാർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ കാൺ ഫൈൻഡ് മൈ അഡ്മിറ്റ് കാർഡ് എന്നും പറയാം. ഐ ഹാവ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നഷ്ടമായിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ ഇവിടെ കാണാനില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് ഐ കാൺ ഫൈൻഡ് മൈ അഡ്മിറ്റ് കാർഡ്. എൻ്റെ അഡ്മിറ്റ് കാർഡ് എനിക്ക് കാണുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ കേൾക്കുന്നയാളിൻ്റെ സജഷന് വേണ്ടിയാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ഇങ്ങനെ മറ്റൊരാളുടെ സജഷൻ അറിയാൻ വേണ്ടി നമ്മൾ അവരുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളവിടെ ഷോൾ ആണ് ഉപയോഗിക്കുക. വാട്ട് ഷോൾ ഐ ഡു? വാട്ട് വിൽ ഐ ഡു എന്നല്ല നമ്മളിവിടെ ചോദിക്കുന്നത്, വാട്ട് ഷോൾ ഐ ഡു എന്നാണ്. നമുക്ക് മറ്റുള്ളവരുടെ സജഷൻ അറിയാൻ വേണ്ടി നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ വാട്ട് ഷോൾ ഐ എന്നാണ് പറയുന്നത്, വാട്ട് വിൽ ഐ എന്നല്ല പറയുന്നത്. വാട്ട് ഷോൾ ഐ ഡു കേൾക്കുന്നയാളുടെ അഭിപ്രായത്തിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഷോൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ കാത്തു നിൽക്കണോ? ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം ചെയ്യണോ എന്ന് പറയാൻ ഷോൾ ഐ ആണ് ഉപയോഗിക്കുക. ഷോൾ ഐ വെയിറ്റ്, ഞാൻ കാത്തു നിൽക്കണോ?
നീ കാത്തു നിൽക്കുമോ, ഒരാളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാൻ വിൽ ആണ് ഉപയോഗിക്കുക. വിൽ യു വെയിറ്റ്. നീ കാത്തു നിൽക്കുമോ. ഞാൻ പാത്രം കഴുകണോ. പാത്രം കഴുകുക എന്ന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഡു ദ ഡിഷസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡു ദ വാഷിംഗ് അപ്പ് എന്ന് പറയാം. അപ്പം ഞാൻ പാത്രം കഴുകണോ എന്ന് ചോദിക്കാൻ നമ്മൾ എങ്ങനെ ചോദിക്കും? ഞാനൊരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്ത് പറയുന്ന പറഞ്ഞ്? ഷോൾ അല്ല യൂസ് ചെയ്യുക, വിൽ അല്ല യൂസ് ചെയ്യുക. ഷോൾ ഐ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോൾ ഐ ഡു ദ വാഷിംഗ് അപ്പ്. ഞാൻ പാത്രം കഴുകണോ, അല്ലെങ്കിൽ ഷോൾ ഐ ഡു ദ ഡിഷസ്. ഡു ദ ഡിഷസ് എന്ന് പറഞ്ഞാലും പാത്രം കഴുകുക എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഷോൾ ഐ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, വിൽ ഐ അല്ല. കാരണം ഞാനൊരു കാര്യം ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇത് ക്വസ്റ്റ്യൻ ആണ്. അഫിർമേറ്റീവ് സെന്റൻസസിലും നെഗറ്റീവ് സെന്റൻസസിലും ഐയുടെ കൂടെ നമുക്ക് വില്ലും ഷോളും ഉപയോഗിക്കാം. മീനിങ്ങിൽ ഒരു ഡിഫറൻസും ഇല്ല. പക്ഷേ ക്വസ്റ്റ്യൻ ആകുമ്പോൾ മീനിങ് ഡിഫറൻ്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഞാനൊരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാൻ നമ്മൾ ഷോൾ ഐ ആണ് ഉപയോഗിക്കുക. ഷോൾ ഐ ഡു ദ വാഷിംഗ് അപ്പ്. ഞാൻ പാത്രം കഴുകണോ. അപ്പം മറ്റേ ആൾ പറയുന്നത് എന്താണ്? വേണ്ട, നോ, ഞാനത് പിന്നെ ചെയ്തോളാം. ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ. ഞാനത് പിന്നെ ചെയ്തോളാം. ഐ ഷാൾ ഡു ഇറ്റ് ലേറ്റർ എന്നും പറയാം. നീ നിലം തുടച്ചാൽ ഞാൻ പാത്രം കഴുകാം. നിലം തുടയ്ക്കുക, മോപ്പ് ദ ഫ്ലോർ. നീ, യു മോപ്പ് ദ ഫ്ലോർ. നീ നിലം തുടച്ചാൽ, ഇഫ് യു മോപ്പ് ദ ഫ്ലോർ. ഞാൻ പാത്രം കഴുകാം. ഐ വിൽ ഡു ദ ഡിഷസ്, അല്ലെങ്കിൽ ഐ വിൽ ഡു ദ വാഷിംഗ് അപ്പ്. രണ്ടും നമുക്ക് പറയാവുന്നതാണ്. ഇഫ് യു മോപ്പ് ദ ഫ്ലോർ, ഐ വിൽ ഡു ദ ഡിഷസ്, അല്ലെങ്കിൽ ഐ വിൽ ഡു ദ വാഷിംഗ് അപ്പ്. ഇവിടെ നമുക്ക് വില്ലിന് പകരം ഷോളും ഉപയോഗിക്കാവുന്നതാണ്. കാരണം സബ്ജക്റ്റ് ഐ ആണ്. ഇങ്ങനെ രണ്ട് ക്ലോസും ഫ്യൂച്ചറിൽ വരുമ്പോൾ നമ്മൾ ഒരു ക്ലോസിൽ മാത്രമേ നമ്മൾ വിൽ ഉപയോഗിക്കുന്നുള്ളൂ. മറ്റേ ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. ഇഫ് യു വിൽ മോപ്പ് ദ ഫ്ലോർ എന്നല്ല നമ്മൾ പറയുന്നത്, ഇഫ് യു മോപ്പ് ദ ഫ്ലോർ എന്നാണ്. ഈ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. മെഷീൻ പ്രവർത്തിപ്പിക്കുക. ടു ഓപ്പറേറ്റ് ദ മെഷീൻ. എങ്ങനെ, ഹൗ. ഐ ഡോണ്ട് നോ ഹൗ ടു ഓപ്പറേറ്റ് ദിസ് മെഷീൻ. ഈ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ഇവിടെ ഈ ഹൗ ഉപയോഗിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കണം. എങ്ങനെ എന്ന അർത്ഥത്തിലാണ് നമ്മളവിടെ ഹൗ ഉപയോഗിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം എന്നാണ് കേൾക്കുന്നയാൾ പറയുന്ന മറുപടി. നമുക്കിത് ഇങ്ങനെ പറയാം. ഐ വിൽ ഷോ യു എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഷാൾ ഷോ യു എന്ന് പറയാം. ഞാൻ നിനക്ക് കാണിച്ചു തരാം, എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം എന്നർത്ഥം. വിൽ ഉപയോഗിക്കാം നമുക്കിവിടെ, അല്ലെങ്കിൽ ഷോൾ ഉപയോഗിക്കാം. നമുക്ക് എവിടെ വെച്ച് കാണാം. ഇത് മറ്റേയാളിൻ്റെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സബ്ജക്റ്റ് വി ആണ്. വിൽ ആണോ ഷോൾ ആണോ നമ്മളിവിടെ ഉപയോഗിക്കുക? മറ്റൊരാളുടെ അഭിപ്രായത്തിന് വേണ്ടി, സജഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ഷോൾ ആണ്. എവിടെ, വേർ. ഇത് WH ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ആ WH ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേർ ഷോൾ വി മീറ്റ്. എവിടെ വെച്ച് നമുക്ക് കാണാം. വേർ ഷോൾ വി മീറ്റ്. ഞാൻ നിന്നെ സ്റ്റേഷന് പുറത്ത് വെച്ച് കാണാം. സ്റ്റേഷന് പുറത്ത്, ഔട്ട്സൈഡ് ദ സ്റ്റേഷൻ. കാണാം. സബ്ജക്റ്റ് ഐ ആണ്. ഒബ്ജക്റ്റ് ആണ് നിന്നെ, നീ. ഐ വിൽ മീറ്റ് യു ഔട്ട്സൈഡ് ദ സ്റ്റേഷൻ, അല്ലെങ്കിൽ ഐ ഷാൾ മീറ്റ് യു ഔട്ട്സൈഡ് ദ സ്റ്റേഷൻ. ഞാൻ നിന്നെ സ്റ്റേഷന് പുറത്ത് വെച്ച് കാണാം. എനിക്ക് കുറച്ച് പണം വേണം. ഇതെങ്ങനെയാണ് പറയുന്നത്? കുറച്ച് പണം എന്ന് പറയുമ്പോൾ സം മണി. എനിക്ക് വേണം, ഐ നീഡ്. ഐ നീഡ് സം മണി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പണം വേണം എന്നർത്ഥമായി. ഐ നീഡ് സം മണി. അത് കേൾക്കുന്നയാൾ പറയുന്നത് ഞാൻ നിനക്ക് കുറച്ച് പണം കടം നൽകാം എന്നാണ്. കടം നൽകുന്നതിന് ലെൻഡ് എന്നാണ് പറയുക. കടം വാങ്ങിക്കുന്നതിന് ബൊറോ എന്ന് പറയും. അപ്പോൾ മറ്റേയാൾ ഇതാണ് പറയുന്നത്, ഞാൻ നൽകാം, വിൽ ലെൻഡ്, അല്ലെങ്കിൽ ഷോൾ ലെൻഡ്. ഐ വിൽ ലെൻഡ് യു സം. സം എന്ന് പറഞ്ഞാൽ മതി, സം മണി എന്ന് തന്നെ പറയണമെന്നില്ല. നമുക്കിവിടെ ഷോൾ ഉപയോഗിക്കാം. ഇത് അഫിർമേറ്റീവ് സെൻറ്റൻസ് ആണ്. അഫിർമേറ്റീവ് സെൻറ്റൻസസിൽ നമുക്ക് ഐയുടെ കൂടെയും വിയുടെ കൂടെയും വില്ല് ഉപയോഗിക്കാം, ഷോൾ ഉപയോഗിക്കാം. എത്രയാണ് വേണ്ടത്? എത്ര പണം വേണം എന്നാണ് ചോദിക്കുന്നത്. എത്ര, ഹൗ മച്ച്. ക്വസ്റ്റ്യൻ ആണ്. എത്രയാ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. യു നീഡ് എന്നാണ് നിനക്ക് വേണം എന്നതിൻ്റെ അഫിർമേറ്റീവ് ഫോം. നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം വേണം. യു നീഡ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണ്. യു നീഡ് എന്നതാണ് നമ്മുടെ അഫിർമേറ്റീവായ സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാക്കുന്നത് ഡു യു നീഡ് എന്നാണ്. ഹൗ മച്ച് ഡു യു നീഡ്. നിനക്ക് എത്ര വേണം. എനിക്ക് തനിച്ചു പോവാൻ താല്പര്യമില്ല. തനിച്ചു പോവുക, ഗോ എലോൺ. ഒറ്റയ്ക്ക് പോവാൻ താല്പര്യമില്ല എന്നർത്ഥം. എനിക്ക്, ഐ. താല്പര്യമില്ല, ഐ ഡോണ്ട് വോണ്ട്. നമുക്ക് അങ്ങനെ പറയാം. എനിക്കത് താല്പര്യമില്ല, എനിക്കത് ചെയ്യാൻ ഇഷ്ടമില്ല എന്നർത്ഥത്തിലാണ് പറയുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ എലോൺ. എനിക്ക് തനിച്ചു പോവാൻ താല്പര്യമില്ല. പോവുക എന്നതിന് ടു ഗോ എന്ന് പറയും. പോവാൻ, ടു ഗോ. തനിച്ച്, എലോൺ. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ എലോൺ. നീ എൻ്റെ കൂടെ വരുമോ. നീ വരുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരാളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാൻ വിൽ യു അല്ലേ നമ്മൾ യൂസ് ചെയ്യുക.
വിൽ യു കം വിത്ത് മീ? നീ എൻ്റെ കൂടെ വരുമോ? നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഇതും തന്നെ മറ്റേയാളിൻ്റെ സജഷൻ അറിയാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യും? വാട്ട്. നമ്മൾ എന്ത് ചെയ്യും? ഷോൾ വി ഡു. വാട്ട് ഷോൾ വി ഡു നൗ? നമ്മളിപ്പോൾ എന്ത് ചെയ്യും? വാട്ട് വിൽ വി ഡു നൗ എന്നല്ല ചോദിക്കുന്നത്, വാട്ട് ഷോൾ വി ഡു നൗ എന്നാണ്. മറ്റേയാളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയുള്ള ചോദ്യം ആയതുകൊണ്ടാണ് ഷോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഷർട്ട് ഞാൻ വാങ്ങിക്കണോ? ഞാൻ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അതിന് നമ്മൾ ഷോൾ ഐ എന്നാണ് പറയുക. ഷോൾ ഐ വാങ്ങിക്കുക, ബൈ. ഷോൾ ഐ ബൈ ദിസ് ഷർട്ട്? വിൽ ഐ ബൈ ദിസ് ഷർട്ട് എന്നല്ല പറയുന്നത്, ഷോൾ ഐ ബൈ ദിസ് ഷർട്ട് എന്നാണ് പറയുന്നത്. ചൂടുള്ള ആ പാത്രം തൊടരുത്. ചൂടുള്ള പാത്രം ഹോട്ട് ഡിഷ് എന്ന് പറയാം. പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹോട്ട് പ്ലേറ്റ് എന്ന് പറയാം. തൊടരുത്, ഡോണ്ട് ടച്ച്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ നമ്മൾ ഡോണ്ട് ആണ് ഉപയോഗിക്കുന്നത്. തൊടുക എന്നതിന് ടച്ച് എന്ന് പറഞ്ഞു. ഡോണ്ട് ടച്ച് ആ പാത്രം, ദാറ്റ് ഹോട്ട് പ്ലേറ്റ് അല്ലെങ്കിൽ ഹോട്ട് ഡിഷ്. ഇവിടെ ഞാൻ പ്ലേറ്റ് എന്നാണ് എഴുതിയത്. പാത്രം എന്ന് പറയുമ്പോൾ ഡിഷ് എന്ന് എഴുതിയാൽ മതി. ഡോണ്ട് ടച്ച് ദാറ്റ് ഹോട്ട് പ്ലേറ്റ്. അത് തൊടരുത്, നിനക്ക് പൊള്ളും. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിൽ പറയുന്ന പോലെയല്ല. നമ്മൾ നിനക്ക് പൊള്ളും എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ അത് ഇങ്ങനെയാണ് പറയുന്നത്, യു വിൽ ബേൺ യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇംഗ്ലീഷിൽ അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാലൊടിഞ്ഞു എന്നതിന് നമ്മൾ കാലൊടിഞ്ഞു എന്ന് പറയും, അവർ പറയുക ഐ ബ്രോക്ക് മൈ ലെഗ് എന്നാണ്. ഞാൻ എൻ്റെ കാൽ ഒടിച്ചു എന്നാണ് പറയുക. അതുപോലെ തന്നെ എനിക്ക് പൊള്ളി എന്നതിന് അവർ പറയുക ഐ ബേൺഡ് മൈസെൽഫ് എന്നാണ്. ഇവിടെ നമ്മൾ ഈ മൈസെൽഫ് യുവർ സെൽഫ് ഒക്കെ ഉപയോഗിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വേറെ ക്ലാസ്സിലും പറയും. ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒന്ന് തന്നെയാണ്. യു വിൽ ബേൺ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ നിന്നെ പൊള്ളിക്കും എന്നാണ്. അപ്പോൾ ഇവിടെ ആരെയാ പൊള്ളിക്കുന്നത്? നിന്നെ തന്നെയാണ് പൊള്ളിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് പൊള്ളിക്കുന്നതും ആരാണ്? നീയാണ് പൊള്ളിക്കുന്നത്. നീ നിന്നെ തന്നെ പൊള്ളിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ ആളായി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആ ഒബ്ജക്റ്റിന് പകരം നമ്മളിങ്ങനെ ഒരു റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യും. അതായത് മൈസെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർ സെൽഫ്, ദം സെൽസ്, അവർ സെൽസ്, ഇതെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണ്, ഒബ്ജക്റ്റും യു തന്നെയാണ്. നമ്മൾ അതുകൊണ്ട് യുവിൻ്റെ റിഫ്ലെക്സീവ് ഫോമായി യുവർ സെൽഫ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. യു വിൽ ബേൺ യുവർ സെൽഫ്. നീ നിന്നെ തന്നെ പൊള്ളിക്കും. നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയില്ല, നിനക്ക് പൊള്ളും എന്നാണ് പറയുക. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും കാര്യങ്ങൾ പറയുന്നതിലുള്ളൊരു ഡിഫറൻസ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ വേണം. അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. സബ്ജക്റ്റ് ഷീ ആണ്. ഒരുപാട് മാറിയിട്ടുണ്ട് എന്നർത്ഥം. അതിന് നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് ഷീ ആയത് കാരണം നമുക്ക് വേണ്ടത് ഹാസ് ആണ്. മാറുക, ചേഞ്ച്. ഷീ ഹാസ് ചേഞ്ച്ഡ് എലോട്ട്. അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് ഹാവ് പ്ലസ് വി3 അല്ലെങ്കിൽ ഹാസ് പ്ലസ് വി3 ആണ്. ഇവിടെ ചേഞ്ച് എന്ന വെർബിന്റെ വി3 ആണ് ചേഞ്ച്ഡ്. ഷീ ഹാസ് ചേഞ്ച്ഡ് എലോട്ട്. നീ അവളെ തിരിച്ചറിയില്ല. സബ്ജക്റ്റ് നീ ആണ്, യു. തിരിച്ചറിയുക, റെക്കഗ്നൈസ്. അവളെ, ഹെർ. തിരിച്ചറിയില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് പറയുന്നത്? യു വിൽ നോട്ട് റെക്കഗ്നൈസ് ഹെർ. ഷോൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം സബ്ജക്റ്റ് സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ ആയ യു ആണ്. സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസിൻ്റെ കൂടെ നമുക്ക് ഷോൾ യൂസ് ചെയ്യാൻ സാധിക്കില്ല. യു വിൽ നോട്ട് റെക്കഗ്നൈസ് ഹെർ അല്ലെങ്കിൽ യു വോണ്ട് റെക്കഗ്നൈസ് ഹെർ. നീ അവളെ തിരിച്ചറിയില്ല. അവളെ ഇപ്പോൾ വിളിക്കണ്ട, അവൾ ബിസി ആയിരിക്കും. ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറയാൻ നമ്മൾ ഡോണ്ട് ഉപയോഗിക്കും. വിളിക്കുക, കോൾ. ഡോണ്ട് കോൾ. ആരെ വിളിക്കരുത് എന്നാണ് പറയുന്നത്? അവളെ. ഡോണ്ട് കോൾ ഹെർ ഇപ്പോൾ, നൗ. ഡോണ്ട് കോൾ ഹെർ നൗ. അവളെ ഇപ്പോൾ വിളിക്കണ്ട. നമുക്ക് വിൽ ഉപയോഗിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ മാത്രമല്ല, ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഊഹിച്ചു പറയാനും നമുക്ക് വിൽ ഉപയോഗിക്കാം. ഷോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കില്ല. അവൾ ഇപ്പോൾ ബിസി ആയിരിക്കും എന്നാണ് നമുക്ക് പറയേണ്ടത്. അതായത് ഇപ്പോഴുള്ള കാര്യമാണ്, പക്ഷെ നമ്മൾ പറയുന്നത് ആണ് എന്നല്ല, ആയിരിക്കും എന്നാണ്. കാരണം അവൾ നമ്മുടെ കൂടെയില്ല, നമ്മൾ ഊഹിക്കുകയാണ് ചെയ്യുന്നത്. അവളിപ്പോൾ ബിസി ആയിരിക്കും എന്നത്. ഇത് പറയാനും നമ്മൾ വിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഷീ വിൽ ബി ബിസി. ഷീ ഈസ് ബിസി എന്ന് പറഞ്ഞാൽ അവൾ ബിസി ആണ് എന്നാണ് അർത്ഥം. ഷീ വിൽ ബി ബിസി എന്ന് പറയുമ്പോൾ അവൾ ബിസി ആയിരിക്കും. നമ്മളുടെ ഊഹമാണത്. അവർ എപ്പോഴാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുക? എപ്പോൾ, വെൻ. ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യൻസ് WH ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. വെൻ. സബ്ജക്റ്റ് അവർ, ദേ. അവർ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന എങ്ങനെയാണ് പറയുക? ദേ വിൽ അനൗൺസ് ദ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ അവർ റിസൾട്ട്സ് അനൗൺസ് ചെയ്യും എന്നായാലേ. ഇനി നമുക്കതിനെ ക്വസ്റ്റ്യൻ ആക്കണം. അതായത് ഓക്സിലറി എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെക്കണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, വെൻ വിൽ ദേ അനൗൺസ് ദ റിസൾട്ട്സ്. നമ്മളിവിടെ ചെയ്തത് ദേ വിൽ അനൗൺസ് ദ റിസൾട്ട്സ് എന്ന് പറയുന്ന അഫർമേറ്റീവ് സെൻറ്റൻസിലെ ആ വില്ലിനെ എടുത്ത് സബ്ജക്റ്റായി ദേക്ക് മുന്നിലേക്ക് വെച്ചു.
പിന്നെ നമ്മളിത് WH ക്വസ്റ്റ്യൻ ആയത് കാരണം വെൻ വെച്ച് നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. വെൻ വിൽ ദേ അനൗൺസ് ദ റിസൾട്ട്സ്, അവർ എപ്പോൾ റിസൾട്ട്സ് അനൗൺസ് ചെയ്യും. ഇവിടെ ഷോൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. സബ്ജക്റ്റ് ദേ ആണ്. ദേ ഒരു തേർഡ് പേഴ്സൺ പ്രൊനൗൺ ആണ്. തേർഡ് പേഴ്സൺ പ്രൊനൗൺസിൻ്റെ കൂടെ നമ്മൾ ഷോൾ യൂസ് ചെയ്യില്ല. അവൾ ഉടനെ ഇവിടെ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഐ തിങ്ക്. ഉടനെ എത്തുക നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അറൈവ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബി എന്ന വെർബും ഉപയോഗിക്കാം. ഉടനെ ഇവിടെ എത്തുമെന്ന് നമുക്ക് എങ്ങനെ പറയാം? വിൽ അറൈവ് സൂൺ എന്ന് പറയാം, അല്ലെങ്കിൽ വിൽ ബി ഹിയർ സൂൺ എന്നും പറയാം. നമുക്ക് അവളാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇതിങ്ങനെയാണ് പറയുന്നത്, ഐ തിങ്ക് ഷീ വിൽ ബി ഹിയർ സൂൺ. വിൽ ബി ഹിയറിന് പകരമായി നമുക്ക് വിൽ അറൈവ് എന്നും പറയാവുന്നതാണ്. ഇവിടെ ബി എന്ന വെർബിന് അർത്ഥം ഇവിടെ എത്തും, ഇവിടെ ഉണ്ടാകും എന്നാണ്. അവൾ ഇവിടെ ഉടനെ ഉണ്ടാകും എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ വിൽ ബി ഹിയർ സൂൺ എന്ന് പറയുന്നത്. മഴ പെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? നീ കരുതുന്നുണ്ടോ, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഡു യു തിങ്ക് എന്ന് വെച്ചാൽ ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ കരുതുന്നു, ഇതെല്ലാമാണ് അതിനർത്ഥം. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു തിങ്ക് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. ഡു യു തിങ്ക് മഴ പെയ്യും. മഴ പെയ്യുക എന്ന് പറയാൻ നമ്മൾ എപ്പോഴും സബ്ജക്റ്റായിട്ട് ഇറ്റ് ഉപയോഗിക്കും അല്ലേ? അപ്പോൾ ഇവിടെയും നമ്മൾ ഇറ്റ് തന്നെയാണ് സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഡു യു തിങ്ക് ഇറ്റ് വിൽ റെയിൻ. മഴ പെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം തോന്നിയേക്കാം, ഇത് ക്വസ്റ്റ്യൻ അല്ലേ, എന്തുകൊണ്ടാണ് വിൽ ഇതിനകത്ത് സബ്ജക്റ്റായ ഇറ്റിന് ശേഷം വന്നതെന്ന്. അതിന് കാരണം വിൽ ഇറ്റ് റെയിൻ എന്നതാണ് ഇതിൻ്റെ ശരിയായ ക്വസ്റ്റ്യൻ. മഴ പെയ്യുമോ, വിൽ ഇറ്റ് റെയിൻ. പക്ഷേ ആ വിൽ ഇറ്റ് റെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഈ മറ്റേ ക്വസ്റ്റ്യൻ്റെ, അതായത് ഡു യു തിങ്ക് എന്ന ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വിൽ ഇറ്റ് റെയിൻ ഇവിടെ ആക്ച്വലി ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമായി വരുമ്പോൾ അത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ അതിന് നോർമൽ വേർഡ് ഓർഡർ ആണ്, അതായത് സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വരിക. ഇവിടെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡു യു തിങ്ക് നിനക്ക് തോന്നുന്നുണ്ടോ, കരുതുന്നുണ്ടോ. വിൽ ഇറ്റ് റെയിൻ മഴ പെയ്യുമോ. നമ്മളിതിനെ കണക്ട് ചെയ്യുമ്പോൾ ആ വിൽ ഇറ്റ് റെയിൻ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ മറ്റേ ക്വസ്റ്റ്യൻ്റെ ഡു യു തിങ്ക് എന്ന ആ ക്വസ്റ്റ്യൻ കൂടി വരുന്ന സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ പിന്നെ അത് ക്വസ്റ്റ്യൻ അല്ല, അതിൻ്റെ നോർമൽ വേർഡ് ഓർഡർ ആണ്. ഡു യു തിങ്ക് നിനക്ക് തോന്നുന്നുണ്ടോ, ഇറ്റ് വിൽ റെയിൻ. വിൽ ഇറ്റ് റെയിൻ എന്നല്ല പിന്നെ പറയേണ്ടത്, ഇറ്റ് വിൽ റെയിൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. പരീക്ഷയെക്കുറിച്ച് നീ പേടിക്കണ്ട. ഡോണ്ട് വറി. പരീക്ഷയെക്കുറിച്ച് എബൌട്ട് ദ എക്സാം. ഡോണ്ട് വറി എബൌട്ട് ദ എക്സാം. നീ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഐ എം ഷുവർ. എന്താണ് എനിക്ക് ഉറപ്പുള്ളത്? നീ ജയിക്കുമെന്ന്. യു വിൽ പാസ്. അതല്ലേ, നീ ജയിക്കും എന്ന് പറഞ്ഞാൽ യു വിൽ പാസ്. ഇനി നമുക്ക് ഈ രണ്ട് ക്ലോസിനെയും കണക്ട് ചെയ്യണം. എനിക്ക് ഉറപ്പുണ്ട്, ഐ എം ഷുവർ, യു വിൽ പാസ്. ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഐ എം ഷുവർ ദാറ്റ് യു വിൽ പാസ്. ദാറ്റ് ഇവിടെ നിർബന്ധമില്ല, ഐ എം ഷുവർ യു വിൽ പാസ് എന്ന് പറഞ്ഞാലും മതി. പക്ഷേ ദാറ്റ് എന്ന കണക്ടർ അവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദാറ്റ് എന്ന കണക്ടറിനെ നമുക്ക് ഇങ്ങനെ പലപ്പോഴും ഒമിറ്റ് ചെയ്യാൻ സാധിക്കും. ഐ എം ഷുവർ ദാറ്റ് യു വിൽ പാസ്. നീ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ വിൽ തന്നെ യൂസ് ചെയ്യണം, കാരണം ഇവിടുത്തെ ആ ക്ലോസിന്റെ സബ്ജക്റ്റ് യു എന്ന സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ ആണ്. യു ഷാൾ പാസ് എന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ പുറത്തു പോവുകയാണ്. ഐ എം ഗോയിങ് ഔട്ട്. ഞാൻ 1 മണിക്കൂറിൽ തിരിച്ചു വരും. അതെങ്ങനെയാണ് പറയുന്നത്? തിരിച്ചു വരിക എന്നതിന് നമുക്ക് ബി ബാക്ക് എന്ന് പറയാം. റിട്ടേൺ എന്നും പറയാവുന്നതാണ്. ഞാൻ തിരിച്ചു വരും. ഐ വിൽ റിട്ടേൺ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഐ വിൽ ബി ബാക്ക് എന്ന് പറയാം. 1 മണിക്കൂറിൽ, ഇൻ എൻ അവർ. ഐ വിൽ ബി ബാക്ക് ഇൻ എൻ അവർ, അല്ലെങ്കിൽ ഐ വിൽ റിട്ടേൺ ഇൻ എൻ അവർ. ഇവിടെ വില്ലിന് പകരം നമുക്ക് ഷോളും യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിൻ്റെ കൂടെ നമുക്ക് അഫർമേറ്റീവ് സെൻറ്റൻസസിൽ വിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷോൾ ഉപയോഗിക്കാം. തിരിച്ചു വരിക എന്നതിന് ബി ബാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയാം. കം ബാക്ക് എന്നും പറയാവുന്നതാണ്. ഐ വിൽ കം ബാക്ക് ഇൻ എൻ അവർ, അതും നമുക്ക് പറയാം. നീ എത്ര മണിക്ക് തിരിച്ചു വരും? നീ തിരിച്ചു വരിക. യു കം ബാക്ക്, യു റിട്ടേൺ, യു വിൽ ബി ബാക്ക്, തിരിച്ചു വരും എന്നർത്ഥത്തിൽ. എത്ര മണിക്ക്? വാട്ട് ടൈം, അല്ലെങ്കിൽ വെൻ. വാട്ട് ടൈം എന്ന് പറയുമ്പോൾ എത്ര മണിക്ക്, വെൻ എന്ന് ചോദിക്കുമ്പോൾ എപ്പോൾ. വാട്ട് ടൈം ഇത് ക്വസ്റ്റ്യൻ അല്ലേ, അതുകൊണ്ട് നമ്മൾ ഓക്സിലറി എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വയ്ക്കും. വാട്ട് ടൈം വിൽ യു ബി ബാക്ക്, അല്ലെങ്കിൽ വാട്ട് ടൈം വിൽ യു റിട്ടേൺ. നമുക്ക് അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? വാട്ട് ടൈം വിൽ യു കം ബാക്ക്, അങ്ങനെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇവിടെ വിൽ തന്നെ യൂസ് ചെയ്യണം, ഷോൾ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം സബ്ജക്റ്റ് യു ആണ്. വൈകുന്നേരത്തോടെ ഞങ്ങൾ ജോലി പൂർത്തിയാക്കും. സബ്ജക്റ്റ് ഞങ്ങൾ, വി ആണ്. ജോലി പൂർത്തിയാക്കുക, ഫിനിഷ് ദ ജോബ്. വൈകുന്നേരത്തോടെ, ബൈ ഈവനിങ്. പൂർത്തിയാക്കും എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്?
വി വിൽ ഫിനിഷ് ദ ജോബ് ബൈ ഈവനിങ്, അല്ലെങ്കിൽ നമുക്കിവിടെ ഷോൾ ഉപയോഗിക്കാം. കാരണം സബ്ജക്റ്റ് വി ആണ്. വി ഒരു ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിൻ്റെ കൂടെ നമുക്ക് വില്ല് ഉപയോഗിക്കാം, ഷോൾ ഉപയോഗിക്കാം. വി വിൽ ഫിനിഷ് ദ ജോബ് ബൈ ഈവനിങ്. ബൈ ഈവനിങ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തോടെ. ട്രെയിൻ സമയത്ത് തന്നെ വരും. ഇവിടുത്തെ സബ്ജക്റ്റ് ട്രെയിൻ ആണ്. ട്രെയിൻ സമയത്ത് വരുന്നതിന് നമ്മൾ പറയുക ബി ഓൺ ടൈം എന്നാണ്. നമുക്ക് കം ഓൺ ടൈം എന്ന് പറയാം, അറൈവ് ഓൺ ടൈം എന്ന് പറയാം, ബി ഓൺ ടൈം എന്ന് പറയാം. ഇവിടെ വരും എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ വിൽ എന്ന ഒരു ഓക്സിലറി കൂടി ആഡ് ചെയ്യും. ഷോൾ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം സബ്ജക്റ്റ് ട്രെയിൻ ആണ്. നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിൻ്റെ കൂടെ മാത്രമാണ് അഫർമേറ്റീവ് സെൻറ്റൻസിൽ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ ഷോൾ യൂസ് ചെയ്യുന്നത്. ദ ട്രെയിൻ വിൽ ബി ഓൺ ടൈം. ട്രെയിൻ സമയത്ത് തന്നെ വരും. അല്ലെങ്കിൽ ദ ട്രെയിൻ വിൽ അറൈവ് ഓൺ ടൈം. അതും അല്ലെങ്കിൽ ദ ട്രെയിൻ വിൽ കം ഓൺ ടൈം. ഇതെല്ലാം നമുക്ക് പറയാവുന്നതാണ്. ദ ട്രെയിൻ എന്ന് പറയാൻ കാരണം നമ്മളൊരു പ്രത്യേക ട്രെയിനിനെ കുറിച്ചാണ് പറയുന്നത്. ട്രെയിൻ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ കൗണ്ടബിൾ നൗൺ ആണ്. സിംഗുലാർ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ എപ്പോഴും നമുക്കൊരു ആർട്ടിക്കിൾ വേണം. നമ്മളിവിടെ സംസാരിക്കുന്നത് നമുക്ക് പോകേണ്ട ട്രെയിൻ ഏതോ ഒരു പ്രത്യേക ട്രെയിൻ എന്നർത്ഥം. അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ദ ട്രെയിൻ എന്ന് പറയുന്നത്. എ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി, ഒരു തീവണ്ടി എന്ന് മാത്രമാണ് അതിനർത്ഥം. നമ്മൾ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു തീവണ്ടിയെക്കുറിച്ചല്ല, ഒരു പ്രത്യേക തീവണ്ടിയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ദ ട്രെയിൻ എന്ന് പറയുന്നത്. ഞാൻ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവിടണോ? നമ്മൾ ഒരാളെ ഒരു സ്ഥലത്ത് കൊണ്ടുവിടുന്നതിന് നമ്മൾ പറയുക ഡ്രോപ്പ് എന്നാണ്, അല്ലേ? നമ്മളത് മലയാളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ഞാൻ നിന്നെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയില്ലേ, അത് തന്നെ ഇവിടെ ചോദിക്കണം. ഡ്രോപ്പ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചെയ്യണോ, അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഷോൾ ഐ, ഞാൻ ചെയ്യണോ. ഡ്രോപ്പ്, ഷോൾ ഐ ഡ്രോപ്പ് യു, നിന്നെ എവിടെ? അറ്റ് ദ സ്റ്റേഷൻ. ഷോൾ ഐ ഡ്രോപ്പ് യു അറ്റ് ദ സ്റ്റേഷൻ. ഞാൻ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവിടണോ, ഞാൻ നിന്നെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യണോ. ഞാനൊരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാൻ ഷോൾ ഐ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഇതൊരു ചെറിയ ക്വിസ് ആണ്. നമ്മൾ ഈ ലെസണിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആൻസേഴ്സ് ഇതിൻ്റെ താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലുള്ള മറ്റു വീഡിയോസ് കൂടി കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.